ഏതായാലും കളമറിയാത്ത കളി അവസാനിച്ചു. മെസ്സിയും വന്നില്ല, നവീകരണവും നടന്നില്ല. കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലും. അതായത് സ്റ്റേഡിയത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും പന്തുരുളില്ലെന്ന് ചുരുക്കം. കലൂർ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ഏതായാലും വാക്കുപാലിച്ചു. പ്രവൃത്തികൾ പൂർത്തിയാക്കി എന്നതിലല്ല, കരാർ കാലാവധി കഴിയുമ്പോൾ സ്റ്റേഡിയം GCDAക്ക് തിരിച്ചു നൽകുമെന്ന കാര്യത്തിൽ മാത്രം. അങ്ങനെ 70 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് കൊട്ടിഘോഷിച്ച സ്റ്റേഡിയം നവീകരണം പാതി വഴിയിൽ. സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ, പാർക്കിംഗ്, കവാടം, സ്റ്റേഡിയത്തിനകത്തെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. തുടക്കം മുതൽ പാളിയ പണിയാണ് സ്റ്റേഡിയം നവീകരണത്തിൽ കണ്ടത്. ഒടുക്കവും അങ്ങനെ തന്നെ. സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കി. മാർച്ചിൽ അർജന്റീന ടീം വരുന്നതിന്റെ ഒരുക്കമെന്ന നിലയ്ക്കാണ് നവീകരണം തുടങ്ങിയത്. മെസ്സിയെ കൊണ്ടുവരുമെന്നും ഇതിനായി 70 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം പുതുക്കിപ്പണിയുമെന്നുമായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. എന്നാൽ മെസ്സിയും അർജന്റീനയും വരുന്നില്ലെന്ന് പിന്നാലെ വ്യക്തമായി. ഇതിനിടെ വ്യക്തമായ കരാറുകളൊന്നും ഇല്ലാതെയാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതെന്ന വിവാദവും ഉയർന്നു. സ്റ്റേഡിയത്തിനുള്ളിലെ സീറ്റിംഗ് സംവിധാനം 70% മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്റ്റേഡിയം തിരികെ കൈമാറിയതോടെ ഇനിയുള്ള നിർമ്മാണം എങ്ങനെയിരിക്കുമെന്നതിലും വ്യക്തത വേണം. GCDA എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയ ശേഷമാകും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂവെന്ന് അധികൃതർ പറയുമ്പോഴും നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയം കൂടെ സ്പോൺസർക്ക് അനുവദിച്ചു നൽകുമെന്നുമാണ് റിപ്പോർട്ട്. ഏതായാലും മെസ്സിയെ കാത്തിരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശ മാത്രം ബാക്കി. ഒപ്പം വിവാദങ്ങൾ അവസാനിക്കാതെ കായിക കേരളത്തിന്റെ അഭിമാനമായ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം നവീകരണവും. സ്റ്റേഡിയത്തിലെ ബാക്കിയുള്ള ജോലികൾ സ്പോൺസറും GCDAയും ചേർന്ന് നടത്തുമെന്നാണ് ഇപ്പോഴറിയുന്നത്. അങ്ങനെയെങ്കിൽ സ്റ്റേഡിയം വീണ്ടും സ്പോൺസറുടെ കൈകളിലേക്ക്. ഒപ്പം പൊതുഖജനാവിലെ പണം നിർമ്മാണത്തിനായി ചിലവഴിക്കുമെന്നത് വ്യക്തം.